രാജ്യത്ത് ആദ്യത്തെ ഗില്ലൻ-ബാരെ സിൻഡ്രോം മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സംസാരിക്കാനോ ഭക്ഷണം ചവയ്ക്കാനോ പറ്റില്ല. കാൽ മുതൽ തലവരെ ബലഹീനമായ അവസ്ഥയാണിത്. എന്നാൽ ഇതിന്റെ കാരണം എന്തെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 100-ലധികം ആളുകളാണ് ഗില്ലൻ-ബാരെ സിൻഡ്രോം ബാധിച്ച് ചികിത്സയിലുള്ളത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ 30 വയസ്സുകാരനാണ് രോഗം ബാധിച്ച് മരിച്ചത്. രോഗം ബാധിച്ച ഇയാളെ ജനുവരി 18-നാണ് സോലാപൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇയാൾക്ക് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുകയും വീണ്ടും അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പിന്നാലെയാണ് മരണം സംഭവിച്ചത്. നിലവിൽ ആശങ്കയായി പൂനെയിലെ GBS കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. രോഗികളുടെ എണ്ണം 100-ന് മുകളിലായി. കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പരിശോധനകൾ വ്യാപിപ്പിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അതേസമയം രോഗബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഗില്ലൻ-ബാരെ സിൻഡ്രോം എന്ന് നോക്കാം. അപൂർവമായ ന്യൂറോളജിക്കൽ അവസ്ഥയാണ് ഗില്ലൻ-ബാരെ സിൻഡ്രോം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഞരമ്പുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണിത്. കുട്ടികളിലും യുവാക്കളിലും ഇത് കാണപ്പെടുന്നുണ്ടെങ്കിലും പകർച്ചവ്യാധിയുടെ ഗണത്തിൽപ്പെടുന്നതല്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. രോഗപ്രതിരോധ സംവിധാനം ഞരമ്പുകളെ ആക്രമിക്കുന്നതോടെ ബലഹീനത, മരവിപ്പ്, പക്ഷാഘാതം രോഗിയെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ക്യാമ്പിലോബാക്ടർ ജെജുനി എന്ന ബാക്ടീരിയയാണ് വില്ലനാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആളുകളിൽ വയറിളക്ക രോഗത്തിന് കാരണമാകുന്ന ഒരുതരം ബാക്ടീരിയയാണ് ക്യാമ്പിലോബാക്ടർ. അതേസമയം ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകാനുള്ള കൃത്യമായ കാരണങ്ങൾ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. രോഗപ്രതിരോധ സംവിധാനം തലച്ചോറിൽ നിന്നും സുഷുമ്നാ നാഡിയിൽ നിന്നും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സിഗ്നലുകൾ എത്തിക്കുന്ന ഞരമ്പുകളുടെ ശൃംഖലയെ ആക്രമിക്കുന്ന രോഗാവസ്ഥയാണ് GBS. രോഗബാധയുണ്ടാകുന്നവരിൽ കുറഞ്ഞത് 6 ആഴ്ച മുമ്പെങ്കിലും അണുബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ആദ്യം കാലുകളിലാണ് ബലഹീനത അനുഭവപ്പെടുന്നത്. തുടർന്ന് ഉടൽ, കൈകൾ, മുഖം തുടങ്ങിയവയിലേക്കും ബലഹീനത പടരുന്നു. ഇതാണ് സാധാരണ ലക്ഷണമായി കാണുന്നത്. നാഡീവ്യവസ്ഥകൾക്ക് തകരാറുകൾ സംഭവിക്കുന്നത് മൂലം തലച്ചോറിന് അസാധാരണമായ സെൻസറി സിഗ്നലുകൾ ലഭിച്ചേക്കാമെന്നും ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇനി ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കാഴ്ച ബുദ്ധിമുട്ട്, ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട്, സംസാരിക്കാനോ ചവയ്ക്കാനോ ബുദ്ധിമുട്ട്, കൈകളിലും കാലുകളിലും കഠിനവേദന, പ്രത്യേകിച്ചും രാത്രിയിലെ അതികഠിനമായ വേദന, സാധാരണമായ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, ദഹനത്തിലോ മൂത്രസഞ്ചി നിയന്ത്രണത്തിലോ ഉള്ള പ്രശ്നങ്ങൾ എന്നിവയും ലക്ഷണങ്ങളായി കാണാറുണ്ട്. രോഗം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? രോഗിയുടെ മെഡിക്കൽ ചരിത്രം അവലോകനം ചെയ്യുന്നതിനൊപ്പം ശാരീരിക പരിശോധനകളിലൂടെയുമാണ് രോഗം കണ്ടെത്തുന്നത്. അതേസമയം നിലവിൽ ഗില്ലൻ-ബാരെ സിൻഡ്രോമിന് ചികിത്സയില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രോഗാവസ്ഥയുടെ തീവ്രത കുറയ്ക്കാൻ മാത്രമാണ് കഴിയുന്നത്.